എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറഞ്ഞു. ഈ അൽത്താഴികൾക്കാരിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയാനുള്ള ഭാഗ്യം തന്ന എൻ്റെ അമ്മയ്ക്കും 1000 നന്ദി, 1000 മഹത്വം ഞാൻ ആദ്യമായിട്ട് പറയുന്നു. ഇതെൻ്റെ മകനാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ പേര് ഓമന. ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. എൻ്റെ സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ മകന് വേണ്ടി ഞാൻ 2024 ഉടമ്പടി എടുത്തായിരുന്നു. ആ ഉടമ്പടിയിൽ കൂടി എൻ്റെ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവനെ കാനഡയിൽ പോകാനുള്ള വലിയൊരു ആഗ്രഹം അവനുണ്ടായിരുന്നു. അത് എല്ലാം എൻ്റെ അമ്മ പെട്ടെന്ന് ഓരോ ആഗ്രഹങ്ങളും അമ്മന് സാധിച്ചു കൊടുത്തു. 25 ലക്ഷം രൂപയുടെ ലോൺ എടുക്കാനുള്ള അനുഗ്രഹം അവനമ്മ സാധിച്ചു കൊടുത്തു. അവനങ്ങനെ അവിടെ പോയി അവനവിടെ പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അമ്മ കാണിച്ചു കൊടുത്തു. നല്ല മാർക്ക് കൂടി പാസ്സാക്കി. എൻ്റെ കുഞ്ഞ് വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ആ കഷ്ടപ്പാടിൽ നിന്നെല്ലാം എൻ്റെ അമ്മ അവനെ രക്ഷിച്ചു. അവനൊരു ബൈബിൾ കളഞ്ഞു കിട്ടി. അവിടെ കാനഡയിൽ ഒരു ബൈബിൾ ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുള്ള വല്ല മോഹം അവനുണ്ടായിരുന്നു. പക്ഷേ അന്നത് സാധിച്ചില്ല കൊണ്ടുപോകാൻ. അങ്ങനെ അവനൊരു ബൈബിൾ കളഞ്ഞു കിട്ടി. ആ ബൈബിൾ കൊണ്ട് അരമണിക്കൂർ അവൻ അവിടെ നിന്നു. പക്ഷേ ആരും അത് വാങ്ങിക്കാൻ വന്നില്ല. ആ ബൈബിൾ അവന് കിട്ടി. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറയുമായിരുന്നു, അമ്മേ, അപ്പാ, എൻ്റെ കുഞ്ഞിന് ബൈബിൾ കിട്ടിയത് പോകണക്ക് അവന് നല്ലൊരു ജോലി എൻ്റെ അമ്മ അവന് കാണിച്ചു കൊടുക്കണേന്ന് പറഞ്ഞു. മനസ്സിന് സന്തോഷമുണ്ടെങ്കിലല്ലേ ഒരു ബൈബിൾ വായിക്കാൻ ഒക്കത്തുള്ള അമ്മേ എന്ന് ഞാൻ പറയുമായിരുന്നു. അവനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഒരു രാത്രിയിൽ ഉറക്കത്തിൽ അവനെ കാനഡയിലെ ഏറ്റവും നല്ലൊരു കമ്പനിയിൽ എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജോലിയാണ് കിട്ടുന്നത്. നല്ല ശമ്പളത്തോടു കൂടിയൊരു ജോലി. അവൻ പോലും പ്രതീക്ഷിക്കാത്ത ശമ്പളത്തോടൊരു ജോലി അവന് കിട്ടുന്നു. എൻ്റെ അമ്മ കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹം എൻ്റെ അപ്പനും കൂടെ. അമ്മയോടും അപ്പനോടും ഞാൻ എപ്പോഴും സംസാരിക്കും, എൻ്റെ കുഞ്ഞിനെ കൈവിടല്ലേ അമ്മേ, എൻ്റെ കുഞ്ഞിനെ അന്യ ആൾക്കാർ കളിയാക്കല്ലേ അമ്മേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അമ്മ ആഗ്രഹം എനിക്ക് സാധിച്ചു തന്നു. 2.5 വർഷമായി അവൻ കാനഡയിൽ പോയിട്ട്. അവനെ കാണാനൊരു ഭാഗ്യം കൂടെ എൻ്റെ അമ്മ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 10 ദിവസമായുള്ള അവൻ ജോലിക്ക് കയറിയിട്ട് അവനെ ആ കമ്പനിക്കാർ ക്രിസ്മസിൻ്റെ അവധിക്ക് അവർ തന്നെ അവനെ 10 ദിവസത്തെ അവധിക്ക് നാട്ടിലോട്ട് ജോലിക്ക് വിട്ടു. അങ്ങനെ നാട്ടിൽ വന്ന് ഞങ്ങളെല്ലാം കാണാനും എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് കാണിക്കാനും ഉള്ള അനുഗ്രഹം എനിക്ക് കിട്ടി. എൻ്റെ കുഞ്ഞ് നാട്ടിൽ വരുമ്പം എൻ്റെ അമ്മയുടെ തൃപ്പാദത്തിൽ വന്ന് തൊഴുതിട്ടേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ എന്ന് എൻ്റെ അമ്മയോട് ഞാൻ അപേക്ഷിച്ചിരുന്നു. ഞങ്ങൾ ക്രിസ്മസ് 25-ാം തീയതി രാത്രി 8 മണിക്ക് എയർപോർട്ടിൽ വന്നിറങ്ങി എൻ്റെ കുഞ്ഞിനെ എൻ്റെ അമ്മയുടെ തൃപ്പാദത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ മോനെ കൊണ്ടുപോയത്. എൻ്റെ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക്, എൻ്റെ അപ്പനും തന്ന അനുഗ്രഹം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എൻ്റെ മരണം വരെ എൻ്റെ അപ്പനും അമ്മ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ പേര് സനൂപ് എന്നാണ്. ഞാൻ കോന്നിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു, കാനഡയിലേക്ക് പോകാൻ. പക്ഷേ IELTS എങ്ങനെ എഴുതും, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയെന്നുള്ളൊരു പേടിയിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ IELTS എഴുതി. എനിക്ക് 3ാമത്തെ തവണ നല്ല മാർക്കോടുകൂടി എന്നെ മാതാവ് ഓവറോൾ 7 സ്കോറോടുകൂടി എന്നെ മാതാവ് പാസ്സാക്കി. എൻ്റെ ലോണിൻ്റെ കാര്യങ്ങളാണെങ്കിലും അത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എനിക്ക് ലോണും കാര്യങ്ങളും എല്ലാം കിട്ടി. ഞാൻ പോകാനുള്ള കാര്യങ്ങൾ, അതായത് 1.5 മാസം അതിന് മേലുള്ള വിസയുടെ പ്രോസസ്സിങ് ടൈം എടുക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ വിസ 13 ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്കത് അപ്രൂവ് ആക്കി തന്നു. ഞാൻ പോകാനുള്ള സമയത്തും എനിക്കൊരു വിഷമമെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് എങ്ങനെ പഠിക്കും, പാസ്സാവും. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കിവിടെയും ഞാൻ അത്രയും പഠിക്കുന്ന ഒരാളല്ല. അവിടെ ചെന്നു കാര്യങ്ങളൊക്കെ ആയി. എനിക്കൊരു പാർട്ട് ടൈം ജോലി എൻ്റെ മാതാവ് എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാൻ പഠിച്ചു. എൻ്റെ കോഴ്സ് എനിക്ക് ഡിസ്റ്റിങ്ഷനോട് കൂടി ഞാൻ പാസ്സായി. അത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണ്. അതിനുശേഷം ഞാൻ പല ജോലികളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊരു ബൈബിൾ വേണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അതമ്മ പറഞ്ഞ പോലെ ആ ബൈബിൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ജിമ്മിൽ പോകുന്നൊരു സമയത്ത് അവിടെ ഒരിക്കലും ഒരു ബൈബിൾ റോഡിൽ കിടക്കുന്നതല്ല. ഞാൻ റോഡിൻ്റെ സൈഡിലൊരു ബൈബിൾ, കാറിൻ്റെ സൈഡിലൊരു ബൈബിൾ, പുതിയ ബൈബിൾ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്നത് കണ്ടു. ഞാനപ്പോൾ അത് ചെന്ന് എടുത്തപ്പോൾ അത് പുതിയ ബൈബിളാണ്. അപ്പോൾ അത് ഇനി ആരെങ്കിലും വണ്ടിയിൽ നിന്ന് പോയതാണോ എന്താ, എനിക്കൊരു കൊണ്ടുപോകാനൊരു മടി. ഞാനവിടെ കുറച്ച് നേരം നിന്നു. ആ വണ്ടിയിലൊക്കെ നോക്കിയിട്ട് ആരുമില്ല. അപ്പോൾ ഒരു വേറൊരു കനേഡിയൻ പുള്ളി വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ വിളിച്ചു. പുള്ളി ഇറങ്ങി വന്നു. പുള്ളി അവിടെ ചുറ്റിനും നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നിനക്കുള്ളതാണ്, നിൻ്റെ കയ്യിൽ ഇത് വെച്ചോ എന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയെ കണ്ടതുമില്ല. അതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. ആ ബൈബിൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും പ്രാർത്ഥന, എനിക്കൊരു ധൈര്യം തന്നെയായിരുന്നു എപ്പോഴും അത്. അതിനുശേഷം അവിടുത്തെ കാനഡയിലെ ഏറ്റവും വലിയൊരു കമ്പനിയാണ് ടൊയോട്ട മോട്ടോർ മാനുഫാക്ചറിങ്. അത് TMMC എന്ന് പറയും. ടൊയോട്ടയുടെ മാനുഫാക്ചറിങ് പ്ലാന്റാണ് അത്. അവിടെ കിട്ടാൻ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ അപ്ലൈ ചെയ്യുന്നതാണ്. എല്ലാവർക്കും കയറണമെന്നൊരു വലിയൊരു ആഗ്രഹമാണ്. കാരണം അതേപോലുള്ള കമ്പനി വലിയൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഞാൻ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം എനിക്ക് ഇൻ്റർവ്യൂവും കാര്യങ്ങളെല്ലാം വന്നു. ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ പോയി ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇരുന്നു. ഞാൻ എപ്പോഴും മാതാവിനോട് പറയും, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു കോള് വരുന്നില്ല, 10 മാസമായി. പിന്നെ ഞാനും അത് മറന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു ബുധനാഴ്ച രാവിലെ ഞാൻ കോള് വന്നിട്ട് എണ്ണീക്കുമ്പോൾ ഇവർ എന്നെ വിളിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ഫൈനലി അവരെന്നോട് ഓഫർ ലെറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്, വെൽക്കം ടു TMMC എന്ന് പറയുമ്പോഴാണ് എൻ്റെ കണ്ണ് നിറയുന്നതും. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു, ആ ഒരു ജോലി എനിക്ക് കിട്ടി. ഞാൻ ജോലിക്ക് കയറിക്കഴിഞ്ഞപ്പോഴും അവിടെ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നത് മെറ്റീരിയൽസ് ആൻഡ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ജോലി കിട്ടേണ്ടത്. പക്ഷേ അതവിടെ കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആർക്കും കൊടുക്കുന്നതല്ല. അത് സീനിയറായിട്ടുള്ളവർക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവർ ആ സെക്ഷനിലേക്ക് കൊടുക്കുകയുള്ളൂ.
പക്ഷേ എൻ്റെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിശ്വാസമായിരുന്നു, ഉറച്ച വിശ്വാസമായിരുന്നു മാതാവ് എനിക്ക് അവിടെ തന്നെ തരുമെന്നുള്ളത്. ഓറിയൻറ്റേഷൻ കഴിഞ്ഞു. എൻ്റെ ജോയിനിങ് ലെറ്റർ കിട്ടിയപ്പോഴാണ് എനിക്ക്, അപ്പോൾ അതിലാണ് ഉണ്ടായിരുന്നത്, എനിക്ക് ആ സെക്ഷനിൽ തന്നെയാണ്, അതും 12 പേര് ഞങ്ങൾ എടുത്തതിൽ ഒരാൾ ഞാൻ മാത്രമാണ് ആ ഒരു സെക്ഷനിലേക്ക് സെലക്ട് ആയതും. എൻ്റെ ട്രെയിനർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഇതിങ്ങനെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും റെയറസ്റ്റ് കേസിലാണ് ഇങ്ങനൊരു ജോയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. എനിക്കവിടെ കിട്ടി. അതിനുശേഷം എനിക്ക് നാട്ടിലേക്ക് 2.5 കൊല്ലമായി. അപ്പോൾ വന്ന അച്ഛനെയും അമ്മയും എൻ്റെ വൈഫിനെയും കാണണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ വരാൻ പറ്റുന്നില്ല. അപ്പോൾ 2 ആഴ്ച മാത്രം മെയിൻ്റനൻസ് ഷട്ട് ഡൗൺ ഉള്ള കമ്പനി 3 ആഴ്ചത്തേക്ക് പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ എക്സ്റ്റെൻഡ് ചെയ്തു. 3 ആഴ്ച ലീവ് കമ്പനി ഇനിഷ്യേറ്റ് ചെയ്തു. ആ സമയത്ത് എൻ്റെ GL-നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. GL അപ്പോൾ തന്നെ പറഞ്ഞു, നീ പോയിട്ട് വാ, ഞാൻ ബാക്കി നോക്കിക്കോളാം എന്ന് പുള്ളിക്കാരനും എടുത്തടിച്ച് പറയുകയും എനിക്ക് ടിക്കറ്റ് ആ സമയത്ത് ഏറ്റവും കൂടിയ റേറ്റിന് കിടക്കുന്ന സമയമാണ് ഡിസംബർ. എനിക്കറിയില്ല, ആ സമയത്ത് ഞാൻ ടിക്കറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും കുറഞ്ഞ ഇതിൽ ടിക്കറ്റും കിട്ടി. എല്ലാം പെട്ടെന്ന് വന്നു, എനിക്ക് വരാൻ പറ്റി. അമ്മ പറഞ്ഞ പോലെ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടിട്ടേ വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ അവിടെ നിന്ന് വന്നത്. എനിക്ക് കൊച്ചിയിലേക്കുള്ള ടിക്കറ്റ് കിട്ടി. ഞാൻ 8 മണിക്ക് 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ കൊച്ചിയിൽ ഇറങ്ങി. ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. ഞാൻ ഇന്നിവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു എല്ലാ എൻ്റെ അനുഗ്രഹങ്ങൾക്കും മാതാവ് തന്നെയാണ്. മാതാവും തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ പോകുന്നത് ഈ മാസം 9-ാം തീയതി ഞാൻ തിരിച്ചു പോവും. എനിക്ക് രാത്രി 10 മണിക്കാണ് ഇവിടുന്ന് ഫ്ലൈറ്റ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് എന്നാലാവുന്ന സഹായം എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ പാവങ്ങൾക്കൊക്കെ കൊടുക്കും. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വെച്ച് കൊണ്ടുവന്ന് പൊതിച്ചോറ് അല്ലെങ്കിൽ രാവിലത്തെ കാപ്പി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. പിന്നെ ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങൾക്ക് തുണികൾ വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ബൈബിൾ വായിക്കും 1/2 മണിക്കൂർ. ചിലപ്പോൾ ഞാനൊന്ന് ഉറങ്ങിപ്പോയാലും എന്നെ ആരാണ്ടോ തട്ടി ഉണർത്തുന്ന പോലെ എനിക്ക് തോന്നും. ചിലപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാൻ പിച്ചിപ്പൂ കൊടുക്കും. എൻ്റെ വീട്ടിൽ പിച്ചിപ്പൂ ഉണ്ട്. അപ്പോൾ അമ്മയോട് ഞാൻ പറയും, അമ്മ മുല്ലപ്പൂവിൻ്റെ മണമുള്ള ആളാണ്, അമ്മയ്ക്ക് ഞാൻ പിച്ചിപ്പൂ തരുന്നതെന്ന് പറയുമ്പം ആ സമയത്ത് എൻ്റെ വീട്ടിനകത്ത് പിച്ചിപ്പൂവിൻ്റെ മണം വരും. എൻ്റെ മോൻ അവിടുന്ന് വിമാനം കയറിയപ്പോൾ ഞാൻ അമ്മയോട് കണ്ണിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഒരു പ്രയാസം ഉണ്ടാവത്തെ 23 മണിക്കൂർ വിമാനത്തെ ഇരിക്കണം, അവനെ കൊണ്ടെത്തിക്കണം. എൻ്റെ അമ്മ ഞാൻ നീലമെഴുതി വച്ച് കത്തിച്ചപ്പം അമ്മയുടെ രൂപം, ആ ഫ്രണ്ടിരിക്കുന്ന തലകുനിച്ചിരിക്കുന്ന അമ്മയുടെ ആ രൂപം എൻ്റെ മെഴുകുതിൽ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ, അമ്മ തരുന്ന അനുഗ്രഹം പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അനുഗ്രഹമായി അമ്മയെ നമുക്കാർക്കും മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാം കൂടെ അമ്മയുണ്ട്. നമ്മളെല്ലാവരും ഉറക്കെ വിളിച്ചു പോവുക, അമ്മ നമ്മുടെ കൂടെ ഉണ്ട്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എൻ്റെ അപേക്ഷയാണ്, നമ്മളെല്ലാം അമ്മ സഹായിക്കും. നമ്മുടെ കണ്ണുനീര് അമ്മയുടെ മുമ്പിൽ ചെല്ലുക എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞങ്ങളോടെല്ലാം നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണേ മാതാവേ. അവരുടെ എല്ലാം പ്രയാസങ്ങൾ എൻ്റെ അമ്മ സാധിച്ചു കൊടുക്കണേ. ഞാൻ പ്രാർത്ഥിക്കുമ്പം എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രോഗികൾക്ക് വേണ്ടി, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക്, കല്യാണം നടക്കാത്ത കുഞ്ഞുങ്ങൾക്ക്, പിന്നെ അച്ഛനും അമ്മയും നോക്കാത്ത മാതാപിതാക്കൾ എത്രയോ എണ്ണം, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥന, എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം അതാണ് ഞാൻ വെച്ചേക്കുന്നത്. എൻ്റെ 6ാമത്തെ നിയോഗം അതാണ് ഞാൻ വെച്ചേക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന വെച്ചേക്കുന്നത്. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനമാണ്. കാനായിലെ കല്യാണത്തിൽ വീഞ്ഞു തീർന്നപ്പോൾ ആ കുടുംബത്തിലെ അപമാനത്തിന് അവസരം ഒഴുക്കാതെ അമ്മ ഈശോയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു അവരുടെ ആവശ്യം. ഈശോ തൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടും അമ്മ ദാസരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് അമ്മ നമ്മളോട് പറയുന്നതും, ഇതാണ് അമ്മ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതും. അമ്മ ഓരോ കാര്യങ്ങളും സ്വന്തം കൈകളിലെടുക്കാതെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അമ്മയ്ക്ക് ഈശോയുടെ ശക്തിയിലും അധികാരത്തിലും പൂർണ്ണ വിശ്വാസമുണ്ട്. ഈശോ നമ്മുടെ മുന്നിലും പുറകിലും എപ്പോഴും എന്നേക്കും നമ്മുടെ സാന്നിധ്യം, ഈശോയുടെ അനുഗ്രഹവും ഉടമ്പടി മക്കളുടെ കൂടെയുണ്ടെന്നാണ് ഈ ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മകൻ സനൂപ് കുമാർ പറഞ്ഞ ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇന്ന് ഇവിടെ ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത് പ്രൊഡക്ഷൻ അസോസിയേറ്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ഇൻ കാനഡയിലെ ഒരു നല്ലൊരു ജോലി കരസ്ഥമാക്കിയതിന് ശേഷമാണ്. ഈ മകനൊരു വലിയൊരു കാര്യമുണ്ടായി. ഈ മകനൊരു വലിയൊരു ആഗ്രഹമായിരുന്നു, ബൈബിൾ വേണമെന്നൊരാഗ്രഹം. ഇവിടെ നിന്ന് കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. അതുപോലും ഈശോയും അമ്മയും നടത്തി കൊടുക്കുന്നതാണ് ഈ മകൻ്റെ ജീവിതത്തിൽ. ഏതോ ഒരു വഴിയിൽ
എവിടെ നിന്നോ പോയപ്പോൾ റോഡിൽ ഒരു പുത്തൻ ബൈബിൾ കിടക്കുന്ന കണ്ടു. ഈ മകൻ അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി നിന്നു. ആരുടെയോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ ബൈബിൾ നിനക്കുള്ളതാണ്, എടുത്തുകൊള്ളുക എന്ന്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്ന സമയത്താണ് നമ്മൾക്ക് തരുന്നത്. നമ്മൾ അവൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. വചനത്തിനനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടി നിബന്ധനകളനുസരിച്ച് പാലിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ കരങ്ങൾ പിടിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. ഈ മകന് അവിടുന്ന് വന്നപ്പോഴേ ആദ്യം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഈ മകൻ പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യം അമ്മയുടെ പ്രാർത്ഥനയിൽ, അമ്മയുടെ ഉടമ്പടിയിലാണ് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത്. ഇന്ന് വിതിൻ ഈ ഷോർട്ട് ടൈമാണ് ഈ മകൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. പരിശുദ്ധ അമ്മയുടെ ഈ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ജീവിതത്തിൽ കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കും. ദൈവസാന്നിധ്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ മകൻ ഇന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അമ്മ ഈ മകന് വിശ്വാസ കൈമാറ്റം ചെയ്തു. അമ്മ ഈ മകനോടെല്ലാം ഉടമ്പടി ജീവിതത്തെപ്പറ്റി പറഞ്ഞു കൊടുത്തു. ഈ മകനും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഈ ഈശോ പറയുന്നത് ചെയ്യുവാനായിട്ട് ഈ മകനും ആഗ്രഹമുണ്ട്. അത് ചെയ്തുകൊണ്ടും ജീവിതം മുന്നോട്ട് നയിക്കുവാനാണ് സനൂപ് എന്ന മകനും ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവൻ പറയുക എന്ന് പറഞ്ഞതുപോലെ, അമ്മ നമ്മളോട് പറഞ്ഞതുപോലെ നമ്മളും ദൈവവചനത്തിൽ ഉറച്ച് വിശ്വസിച്ച് അതുപോലെ ഈശോ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. നമുക്ക് ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. സനൂപ് കുമാർ എന്ന മകനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.